കേരളത്തിലെ പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറ് വശത്ത് 5 കിലോമീറ്റർ മാറി കടകംപള്ളി പഞ്ചായത്തിലെ കരിക്കകം എന്ന സ്ഥലത്ത് പാർവതി പുത്തനാറിൻ്റെ തീരത്താണ് പ്രശസ്തമായ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിക്ഷേത്രമാണിത്. മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ഡി അഥവാ ചാമുണ്ഡേശ്വരിയാണ്. ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ 3 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. കരിക്കകത്തമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും മനോഹരമായ നിർമ്മാണ രീതിയും ഇവിടെ കാണപ്പെടുന്നു. പണ്ട് രാജഭരണകാലം മുതൽ രാജാവിൻ്റെ നീതി നിർവഹണ ക്ഷേത്രമായി പരിലസിച്ചു വരുന്നതാണ് ഈ ക്ഷേത്രം. കുറ്റവും ശിക്ഷയും നീതിയും അനീതിയും നിർവഹിക്കുന്ന ഒരു പരീക്ഷണ ക്ഷേത്രവുമാണ്. ഈ സന്നിധി ഇന്നും ഈ ആധുനിക യുഗത്തിൽ കോടതി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തെളിയിക്കപ്പെടാതെ വരുന്ന നിരവധി കേസുകൾ ദേവീ സാന്നിധ്യത്തിൽ സത്യം ചെയ്ത് തെളിയിക്കുന്നതും വിധിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ഡേശ്വരി അഥവാ ചാമുണ്ഡാദേവി. ആദിപരാശക്തിയുടെ കാളികാഭാവം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സാന്നിധ്യം ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കുമായി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ഡി. ഭദ്രകാളിയുടെ വലിയ ചുവർച്ചിത്രമാണ് ഈ നടയിലുള്ളത്. ദേവി മഹാത്മ്യപ്രകാരം ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനു ശേഷമുള്ള രൗദ്രഭാവം. പ്രതിഷ്ഠ ഒന്നും തന്നെയില്ല. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന സമയത്ത് 1 മിനിറ്റ് മാത്രമാണ് ദർശന സമയം. കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇത് തന്നെയാണ്. സൗമ്യ സുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് ബാലചാമുണ്ഡി. ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർ ചിത്രമാണ് ഇവിടെയുള്ളത്. സരസ്വതീ ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു. ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം. കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു. നടതുറപ്പ് വേളയിൽ 1-2 മിനിറ്റ് മാത്രമേ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. സാധാരണ ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല ആചാരങ്ങളും നിർമ്മാണ രീതിയുമാണ് ഇവിടെ കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് കരിക്കകം ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. കൂടാതെ മുത്തശ്ശിമാവിൻ്റെ സാന്നിധ്യവും ഭക്തർക്ക് ദിവ്യാനുഭൂതി പകരുന്നതാണ്. പരാശക്തിയുടെ അതിമനോഹരമായ ശില്പങ്ങളും കാളീരൂപങ്ങളും കൊണ്ടലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ആധുനിക ശൈലി കൂടിച്ചേർന്ന സമന്വയിച്ചിരിക്കുന്ന വ്യത്യസ്തവും സുന്ദരവുമായ നിർമ്മാണ രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അടക്കിക്കൊട മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. പണ്ട് രാജകൊട്ടാരത്തിൽ നിന്നും കളവ് പോയ മുതൽ ഇവിടെ രക്തചാമുണ്ഡി നട തുറന്ന് നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരികെ ലഭിച്ചതായും അതിന് പരിഹാരമായി
മഹാരാജാവ് ഒരു വർഷത്തെ അടക്കിക്കൊട മഹോത്സവം നേർച്ചയായി നടത്തിയതായും പഴമക്കാർ പറയുന്നു. അറുന്നൂറ് വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിൽ ദിക്കുബലി എന്നൊരു ചടങ്ങിന് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുമായിരുന്നു. കോളറ, വസൂരി തുടങ്ങിയ മാരക രോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അത്തരത്തിലൊരു ചടങ്ങ് നടത്തിയിരുന്നത്. അതിന് നിർബന്ധമായും പരമ്പരാഗത രീതിയിലുള്ള വാദ്യമേളങ്ങൾ ഉണ്ടായിരിക്കുകയും അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ 4 ദിക്കിലായി ഇതിൻ്റെ പൂജകളും കുരുതിയും നടത്തിയിരുന്നു. ഇന്നത് ഉത്സവനാളിൽ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തായി ആചരിച്ചു വരുന്നു. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകന്നാളിലാണ് കരിക്കകം പൊങ്കാല നടക്കുന്നത്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവും ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണ് കരിക്കകം പൊങ്കാല. ചിരപുരാതനമായ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പൂജാതി കർമ്മങ്ങൾക്കും പ്രത്യേകതകളേറെയാണ്. തണ്ണീർക്കൊട, സർവാലങ്കാര ഐശ്വര്യപൂജ, ഉദയാസ്തമന പൂജ, പുഷ്പാഭിഷേകം, ഈശ്വരസേവ തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ. ദേവിയോടൊപ്പം ശ്രീ മഹാഗണപതി, ശാസ്താവ്, യക്ഷിയമ്മ, ഭുവനേശ്വരി, ആയിരവല്ലി, ഗുരുമന്ദിരം, നാഗർകാവ്, അന്നപൂർണേശ്വരി എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റുമതിലിനു പുറത്തായി വലിയ വൃക്ഷങ്ങളും കുളവുമുള്ള 27 നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും കൊണ്ട് നിറഞ്ഞ സാമാന്യം വലിയൊരു നാഗർകാവാണ് ഇവിടെയുള്ളത്. ഔഷധ സസ്യങ്ങളെയും 27 നക്ഷത്ര വൃക്ഷങ്ങളെയും കണ്ടു തൊഴുത് ശ്വാസം ഉള്ളിൽ പോകുമ്പോൾ ദുരിതമോചനം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. മകരത്തിലെ ആയില്യം നാൾ വളരെ വിശേഷമാണ്. ആയില്യമൂട്ടിനൊപ്പം കളമെഴുത്തും പാട്ടും, ആയില്യം പൊങ്കാല, നിവേദ്യമൊക്കെയായി വലിയ ആയില്യം വിപുലമായി ആഘോഷിക്കുന്നു. നിത്യവും പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 11:50 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:10 വരെയുമാണ് ദർശന സമയം.